60% ഗോൾ പൊസിഷൻ, 536 പാസുകൾ, 90% പാസിംഗ് അക്യുറസി. ഖത്തർ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെതിരെയുള്ള മൊറോക്കോയുടെ കണക്കാണിത്. 10 ഷോട്ടുകളും അതിൽ ഒരു ഷോട്ട് ഓൺ ടാർജറ്റും കൂടി ഉണ്ട്. ഇതിൽ എന്താണിത്ര പറയാനെന്നല്ലേ? ഫ്രാൻസിന് 40% ഉള്ളൂ ഗോൾ പൊസിഷൻ, പാസുകളോ 324 എണ്ണം മാത്രം. പാസിംഗ് അക്യുറസി 88%. അതായത് വൻപന്മാരായ ഫ്രാൻസിനെതിരെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചിരുന്നു മൊറോക്കോ. എന്നാൽ മൊറോക്കൻ ഗോൾ വല 2 തവണ കുലുക്കി ഫ്രഞ്ച് പട കലാശ പോരാട്ടത്തിലേക്ക് മുന്നേറി. തിയോ ഹെർണാണ്ടസും കോലോ മുവാനിയുമായിരുന്നു മൊറോക്കൻ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയത്. ഫ്രാൻസ് പിന്നീട് റണ്ണറപ്പുകളായി. 2022 ഡിസംബർ 15-നായിരുന്നു ആ സെമിഫൈനൽ. ഏവരെയും വിസ്മയിപ്പിച്ച് മുന്നേറിയ ആഫ്രിക്കൻ കരുത്തരുടെ പോരാട്ടം അവസാനിച്ചത് അന്നായിരുന്നു. വീണ്ടും ഒരു ലോകകപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നു. അന്ന് സെമിയിലായിരുന്നുവെങ്കിൽ ഇത്തവണ ക്വാർട്ടറിൽ. മികച്ച ഫോമിൽ കളിക്കുന്ന ഫ്രഞ്ച് ടീമിനെ മുട്ടുകുത്തിക്കാനാകുമോ അഷ്റഫ് ഹക്കീമിയുടെ സംഘത്തിന് എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. തളയ്ക്കേണ്ടത് നിസ്സാരക്കാരെയല്ല. ഗോൾഡൻ ബൂട്ട്സ് റേസിലേക്കുള്ള കെലിയൻ എംബാപ്പെ, ഗോൾ അടിക്കാൻ അസാമാന്യ മികവുള്ള ഒസ്മാൻ ഡെംബലെ, പ്ലേ മേക്കർ മൈക്കൽ ഒലീസെ എന്നിവരെയൊക്കെയാണ്. ഒട്ടും എളുപ്പമല്ല. എന്നാൽ കിരീട പ്രതീക്ഷയുമായി എത്തിയ നെതർലാൻഡ്സിനെ നാട്ടിലേക്ക് മടക്കി അയച്ച, ആതിഥേയരായ കാനഡയുടെ പോരാട്ടം അവസാനിപ്പിച്ച, ശക്തരായ ബ്രസീലിനെ തളച്ച മൊറോക്കോയ്ക്ക് അതിന് സാധിക്കും എന്നാണ് ആരാധകർ പറയുന്നത്. അഷ്റഫ് ഹക്കീമിക്ക് ഫ്രഞ്ച് മുന്നേറ്റങ്ങളുടെ മുനയൊടിക്കാനായാൽ, സായി ബാരിക്കും ബ്രാഹിം ഡൈസിനും ഔനാഫിക്കും ഫ്രഞ്ച് പോസ്റ്റിലേക്ക് നിറയൊഴിക്കാനായാൽ, യാസിൻ ബോണോയ്ക്ക് ഫ്രഞ്ച് ഷോട്ടുകൾ തടുത്തിടാനായാൽ മൊറോക്കോയ്ക്ക് അവസാന നാലിലെത്താം. പ്രതികാരം വീട്ടാം. കാത്തിരിക്കാം ആ സൂപ്പർ പോരാട്ടത്തിനായി.